വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. സോ ക്രിസ്മസ് എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന SCRT മാതൃക ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ മോൾ കോൺസെപ്റ്റിലാണ്. മോൾ കോൺസെപ്റ്റും അതേപോലെ മെറ്റൽസ് ലോഹങ്ങളിലെയും ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം മോൾ കോൺസെപ്റ്റിൽ നിന്നാണ്. ചോദ്യം എന്താണ്? മീഥേൻ ഓക്സിജനിൽ ബേൺ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവുന്നുണ്ടല്ലേ? ചോദ്യം ഇതാണ്, ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ആർ റിക്വയർഡ് ടു റിയാക്ട് വിത്ത് 10 മോൾസ് ഓഫ് ഓക്സിജൻ? 10 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ മീഥേൻ ആവശ്യമാണ്? അപ്പൊ ഇവിടുത്തെ റിയാക്ഷൻ ഒന്ന് നോക്കാം. ഒരു മോള് മീഥേന് 2 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും 2 മോൾ വാട്ടറും ഉണ്ടാവുന്നു. അതാണ് ഇവിടുത്തെ റിയാക്ഷൻ. ഇനി മക്കളോട് ചോദിച്ചത് ഈ 2 മോൾ ഓക്സിജന് പകരം 10 മോൾ ഓക്സിജൻ ഉണ്ടാകാൻ എത്ര മോൾ മീഥേൻ ആവശ്യമാണ്? ക്ലിയർ അല്ലേ? അതായത് 1 മോൾ ഇത് എത്ര മോൾ 10 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ മീഥേൻ ആവശ്യമാണ്? അപ്പൊ നമ്മുടെ പേന കണക്ക് വെച്ച് ഇവിടെ എഴുതാൻ പറ്റുമോ? അപ്പൊ പേന കണക്കാണ് മക്കളെ, ഈസിയാണ്, ഇങ്ങനെ ഓർത്താ മതി അല്ലേ? 10 പേനയ്ക്ക് എത്ര രൂപയാ? 10 പേനയ്ക്ക് 50 രൂപ. 50 രൂപയാണ്. 10 പേനയ്ക്ക് 50 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ മക്കളോട് ചോദിക്കുകയാണ്, 20 പേനയുടെ വില എത്രയാണ്? 20 പേനയുടെ വില 10 പേനയ്ക്ക് 50 രൂപയാണെങ്കിൽ 20 പേനയുടെ വില എത്ര എന്നറിയണമെങ്കിൽ ഒരു പേനയുടെ വില കാണണം. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് 20 പേനയുടെ റേറ്റ് അല്ല, പകരം ഒരു പേനയുടെ വിലയാണ്. അത് എങ്ങനെ കണ്ടുപിടിക്കും? ഈ 50നെ 10 വെച്ച് ഡിവൈഡ് ചെയ്യും. 50/10. മക്കളെ ഇത് ഈസിയാണ്. 50 ആണ് ടോട്ടൽ രൂപ. അപ്പൊ അത് 10 പേനയുടെയാണ്. അപ്പൊ 50/10 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു പേനയ്ക്ക് 5 രൂപ. ഒരു പേനയ്ക്ക് 5 രൂപയാണെങ്കിൽ 20 കണ്ടുപിടിക്കാൻ 5 × 20 ചെയ്യണം. 30 ആയിരുന്നെങ്കിൽ 5 × 30. 15 ആണെങ്കിൽ 5 × 15. ഈ പേന കണക്ക് വെച്ചിട്ട് ഇനി നമ്മൾ മീഥേനൊക്കെ കണ്ടുപിടിക്കാം. 1 മോൾ മീഥേൻ 2 മോൾ ഓക്സിജൻ. ഇവിടെ പേനയായിട്ട് നിങ്ങൾ എടുക്കേണ്ടത് ആരെയാ? ഓക്സിജനെയാണോ മീഥേനെയാണോ? മക്കളെ 10 മോൾ ഓക്സിജന് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ മീഥേൻ ആവശ്യമാണെന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ മീഥേനെയാണ് പേനയായിട്ട് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, 1 മോൾ മീഥേന് റിയാക്ട് ചെയ്യാൻ 2 മോൾ ഓക്സിജൻ പേനയുടെ വെച്ചിട്ടല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ശ്രദ്ധിച്ചോ, 1 മോൾ മീഥേന് റിയാക്ട് ചെയ്യാൻ എത്ര? 2 മോൾ ഓക്സിജൻ ആവശ്യമാണ്. അപ്പൊ നമ്മളുടെ 2 മോൾ ഓക്സിജന് റിയാക്ട് ചെയ്യാൻ ആവശ്യമുള്ളത് 1 മോൾ മീഥേൻ ആണ്. അപ്പൊ നമ്മുടെ പേന എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ അല്ലേ? കാരണം കണ്ടുപിടിക്കേണ്ടത് 10 മോൾ ഓക്സിജന്റെ. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആളാണ് പേന. അങ്ങനെയാണെങ്കിൽ 10 മോൾ ഓക്സിജന് റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര മോൾ മീഥേൻ ആവശ്യമാണെന്നാണ് നിങ്ങളോട് ചോദ്യം. ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഒരു പേനയുടെ വില കണ്ടുപിടിച്ചതുപോലെ 1 മോൾ ഓക്സിജന് റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര മോൾ മീഥേൻ ആവശ്യമാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ 50/10 ചെയ്തത്. 50/10. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് 50/10 ചെയ്തതുപോലെ 1/2. ചെറിയ നമ്പർ ആണെന്ന് നോക്കണ്ടല്ലേ? 1/2 മോൾ മീഥേൻ ആവശ്യമാണ്. മക്കളെ 1 മോളിന് 1/2 ആണെങ്കിൽ 10 മോളിന്റെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 10 × 1/2. 5 രൂപയാണെങ്കിൽ 50 രൂപ. 1/2 എന്ന് വെച്ചാൽ 10/2 എന്ന് പറഞ്ഞാൽ 5 മോൾ മീഥേൻ ആവശ്യമാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, calculate the mass and volume of carbon dioxide obtained if 64 gram methane is completely burned. 64 gram methane burn ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ സംഭവം തന്നെ. ഇവിടെ പേനയായിട്ട് മീഥേൻ എടുക്കുക. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിലുള്ളതാ ചോദിച്ചിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ഇവരെ തമ്മിലാണ് ചോദിച്ചിരിക്കുന്നത്. 64 ഗ്രാം മീഥേൻ കംപ്ലീറ്റ്ലി ബേൺ ചെയ്തില്ല. അപ്പൊ 64 ആണ് തന്നിരിക്കുന്നത്. അതാണ് പേന. അപ്പൊ മക്കൾ ശ്രദ്ധിച്ചോ, എന്താ ചെയ്യേണ്ടത്? ഇവിടെ എത്ര ഗ്രാം മീഥേൻ ഉണ്ട്? 1 മോൾ മീഥേൻ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം ആണ് അല്ലേ? ഒരു കാർബൺ 12, ഒരു ഹൈഡ്രജൻ 1, 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 12 + 4 16 ഗ്രാം ആണ്. അപ്പൊ ശ്രദ്ധിച്ചോ, 16 ഗ്രാം. ഈ റെഡ് കാണുമോ? 16 ഗ്രാം മീഥേൻ ബേൺ ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും? 44 ഗ്രാം. കാർബൺ 12, ഓക്സിജൻ 32. 16 ആണ്. 16 × 2 32. അപ്പൊ 16 ഗ്രാം മീഥേൻ ബേൺ ചെയ്താൽ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചത്
16 64 ഗ്രാം മീഥേൻ ബേൺ ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും? ഒരു പേനയുടെ വില കാണണം, എന്നാലേ ബാക്കി കാണാൻ പറ്റൂ. ഒരു പേനയുടെ വില എത്ര എന്ന് കാണണം മക്കളെ. ഒരു പേനയുടെ വില കാണുന്ന പോലെ 1 ഗ്രാം മീഥേൻ ബേൺ ചെയ്താൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകും? 44/16 ഗ്രാം. ഈ 44നെ 16 വെച്ച് ഡിവൈഡ് ചെയ്യാം. 44 ഡിവൈഡഡ് ബൈ 16 ചെയ്യുക. ഓക്കെ അല്ലേ? 44 ഡിവൈഡഡ് ബൈ 16 ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ വില കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് 64 വരെ കണ്ടുപിടിക്കാം. 64 ചെയ്താൽ മതി. അപ്പൊ 44/16 × 64. 16 ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യെസ്. സെറ്റല്ലേ? പേന കണക്ക് പോലെ. അവരുടെ മാസ് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. 22.4 മോള് കിട്ടി. ഇവിടെ ഗ്രാം കിട്ടി. ഇവിടെ ഗ്രാം കിട്ടിയാൽ നിങ്ങൾ മോളിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാ? മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് 40 ഇത്രയും ഗ്രാം ആണ് കിട്ടിയത്. ഇത് നമ്മൾ എന്ത് ചെയ്യും? മോളിലേക്ക് മാറ്റാൻ എന്താ ചെയ്യാ? ഡിവൈഡഡ് ബൈ 44 മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് മോള് കിട്ടി. മോള് കിട്ടിയ വോളിയത്തിലേക്ക് മാറ്റാൻ എന്താ ചെയ്യാ? 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മോളാർ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. റെഡി അല്ലേ? അപ്പൊ ഇതിന് ആദ്യം മോളാക്കി മാറ്റണം, പിന്നെ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മോള് കിട്ടി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം മെറ്റൽസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ചോദ്യം ഇതാണ്. Which compound acts as a reducing agent in blast furnace? Blast furnace. ആദ്യം മോളുള്ള സാധനം അറ്റി വായിച്ചില്ല. അയൺ എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഹേമറ്റൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഓറിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എവിടെയാണ് ആ പ്രോസസ് നടക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞ ഭരണിയിലാണ്. Tall cylindrical furnace, ഭരണി അല്ല. Tall cylindrical furnace. Okay. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ ഹേമറ്റൈറ്റിനെ റെഡ്യൂസ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിംഗ് ഏജന്റ്, നിരോക്സികാരി ആരാണ്? കാർബൺ മോണോക്സൈഡ് ആണ് നിരോക്സികാരി. കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. ആ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്ന ഇക്വേഷൻ ഒക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ പ്രൊവൈഡഡ് ആണ്. അടുത്ത ചോദ്യം. കംപ്ലീറ്റ് ദി ഫോളോയിങ് ഇക്വേഷൻ. കാൽഷ്യം കാർബണേറ്റ് അല്ലേ? ചൂടായിക്കോ. അതായത് നമ്മൾ ഹേമറ്റൈറ്റിന്റെ ഒപ്പം ലൈം സ്റ്റോണും കൂടെ എവിടേക്ക് ഇട്ട് കൊടുക്കും? ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഇട്ട് കൊടുക്കും. ഈ ലൈം സ്റ്റോൺ ആണ് കാൽഷ്യം കാർബണേറ്റ്. അത് ചൂടാകുന്ന സമയത്ത് ഡീകമ്പോസ് ചെയ്ത് വിഘടിച്ച് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. അതായത് ഓറില് മണലൊക്കെ ഉണ്ട്, സിലിക്ക SiO2 പോലുള്ള മണലുണ്ടാവും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാൽഷ്യം കാർബണേറ്റ് ആഡ് ചെയ്യാം. അപ്പൊ ഈ കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തുണ്ടാകുന്ന കാൽഷ്യം ഓക്സൈഡ് ആരുമായിട്ട് ചേരും? സിലിക്കൺ ഡയോക്സൈഡ്, മണല് സിലിക്കായിട്ട് ചേരും. മണല് പോലത്തെ ഇംപ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ, അപദ്രവ്യങ്ങൾ ഇതിലുണ്ടാകും. അവരുമായിട്ട് ചേരും. സോ എ എന്ന് പറയുന്നത് കാൽഷ്യം ഓക്സൈഡ് ആണ്. ഈ കാൽഷ്യം ഓക്സൈഡ് SiO2 ആയിട്ട് ചേർന്ന കാൽഷ്യം സിലിക്കേറ്റ് CaSiO3 ഉണ്ടാവും. SiO3 പേരാണ് സ്ലാഗ് എന്ന് പറയാ. സ്ലാഗ് മക്കളെ, ഇതിനെ നമ്മള് ഇമ്പ്യൂരിറ്റി ആണ്. ഇമ്പ്യൂരിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. ഇനി ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനത്തിന്റെ പേരാണ് ഫ്ലക്സ്. അപ്പൊ ഈ ഫ്ലക്സും ഗ്യാങ്ങും കൂടി ഇവിടെ ബേസിക് ആയിട്ടുള്ള സ്ലാഗ് ഫോം ചെയ്യും. അപ്പൊ കാൽഷ്യം സിലിക്കേറ്റിന്റെ പേരാണ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് സ്ലാഗ് എന്നാണ്. അടുത്ത ചോദിച്ചിട്ടുണ്ട് എയുടെ ഫംഗ്ഷൻ എന്താണ്? അതായത് കാൽഷ്യം ഓക്സൈഡ് ആണ് എ, അതിന്റെ ഫംഗ്ഷൻ എന്താ? It's a basic the basic in the reaction ആണ്. എന്തിനു റിമൂവ് ചെയ്യാൻ? മൈനർ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ. എക്സ്ട്രാക്ഷന്റെ സമയത്ത് മൈനർ ഇംപ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇരുമ്പില് മണല് പോലത്തെ ഇംപ്യൂരിറ്റീസ്, മാലിന്യങ്ങൾ കാണാം. അപ്പൊ ഇരുമ്പിൽ നിന്ന് ആ മണലിനെ ഒക്കെ നീക്കം ചെയ്യാൻ, മണൽ എന്ന് പറയുന്നത് അസിഡിക് ആണ്, അപ്പൊ അതിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് ആണ് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാൻ, ഫുൾ മാർക്ക് വാങ്ങാൻ അല്ലേ? ഓക്കെ, ബൈ.